നല്ല സൺസെറ്റൊക്കെ ഉണ്ട്. 2 ഗ്ലാസ് കള്ള കുടിച്ച് നല്ല വയറിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. കലുവക രസമുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഓഫ് അനൂപ് ആൻഡ് അജിഷ. നമ്മളിപ്പോൾ ഏനാമാവുള്ളത് കേട്ടോ, കടവ് ഷാപ്പിലുള്ളത്. ഇതോ ഈ ഏനാമാവ് സ്റ്റീൽ പാലം കയറി വന്നാൽ നമുക്ക് നേരെ ഈ കടവ് ഷാപ്പിൻ്റെ അവിടെ എത്താം. അടിപൊളി കിടിലൻ ആംബിയൻസ് ഉള്ള ഷാപ്പാണ്. ഇന്നിപ്പോൾ ഓണായതുകൊണ്ട് എന്താണ് ഫുഡിൻ്റെ അവസ്ഥ ഒന്നും നമുക്കറിയില്ല. സ്പെഷ്യൽസ് എല്ലാം ഉണ്ട്, എത്രത്തോളം സ്പെഷ്യൽ ഉണ്ട് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറി വെക്കാം. ആൾക്കാരൊക്കെ ഫുള്ളാണ് എല്ലാ ക്യാബിൻസിലും. പിന്നെ മെയിൻ ഇത് മാത്രമാണ് ഇപ്പോൾ ഒഴിഞ്ഞിട്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കയറി എന്തൊക്കെയാണ് ഫുഡ് സ്പെഷ്യൽ ഉള്ളതെന്നൊക്കെ നമുക്ക് അറിഞ്ഞു നോക്കാം. ഇവിടെ ഇരുന്ന് കഴിക്കാൻ 3 ക്യാബിനുള്ളത്. പേരൊക്കെ അടിപൊളി കേട്ടോ. ധാരാവി, ചോട്ടാ മുംബൈ, അധോലോകം എന്നിങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അത്രയും വെയിറ്റ് ചെയ്താലേ നമുക്ക് ഇരിക്കാൻ ക്യാബിൻ കിട്ടിട്ടോ. ഇതാ ചോട്ടാ മുംബൈ ക്യാബിനിലാണ് നമ്മൾ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുള്ളത്. കള്ളയക്കുന്നവൻ ആ കൊടുക്കും. ഇവിടെ അതൊന്നുമില്ല. എന്താ കണക്ക് എന്തേ? നമുക്ക് ആദ്യം തണുത്ത കള്ള് ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. എന്റെ മുഖം ബ്ലർ ചെയ്യാൻ പറ്റുമോ പ്ലീസ്? എൻ്റെ മുഖം ഒന്നും ബ്ലറാക്കാൻ പറ്റൂല. നല്ല കലുവക രസമുണ്ടല്ലോ അല്ലേ? സൂപ്പറാ സൂപ്പറാ, അടിപൊളി. പുറക്കൊന്നുകൂടി ഫ്രൈ ആവണമായിരുന്നു അല്ലേ? നമ്മൾ വേലൂർ ഷാപ്പിലാണ് പുറക്കൊന്നുകൂടി കറുത്ത കളറായി ഉണ്ടാവും. പിന്നെ ഇരുന്നിട്ട് കള്ള് സൂപ്പറാട്ടോ, നൈസ്. അപ്പം ബീഫ് കൂടി വന്നിട്ടുണ്ട്. ബീഫ് കൂടി ടേസ്റ്റ് നോക്കാം. ബീഫ് ഓർഡിനറി ടേസ്റ്റ് തന്നെയാണ്. നല്ല എരിവുണ്ട് കേട്ടോ കറികൾക്കൊക്കെ. അത് അടിപൊളിയാണ്. ഓ, എന്നാലേ കള്ള് കൂടുതൽ കുടിക്കുള്ളതാണ്. എരിവുള്ള ഫുഡ് കഴിച്ചാലേ കള്ള് കൂടുതൽ കുടിക്കില്ല. അതിനാണ് ടച്ചപ്പിന് എരിവ് കൂടുതലാണ്. നമ്മളെ ഫുഡൊക്കെ മെല്ലെ തീർന്നു കേട്ടോ. ഫുഡ് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അധികം ഉണ്ടായിരുന്നില്ല. നൈസായിട്ട് പോർക്കും ബീഫും പിന്നെ അതുപോലെ കൂന്തളം കിട്ടിയിട്ടോ. കൂന്തളം അടിപൊളി കേട്ടോ. ബീഫൊക്കെ ഒരു സാധാ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ റേഞ്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആണ് അടിപൊളി. ഫുഡല്ല കേട്ടോ, ഈ ആംബിയൻസിൻ്റെ സൈഡിൽ വന്നിരുന്ന് സാധനം അടിക്കുക, അതാണ് ഇവിടുത്തെ വൈബ്. അല്ലാതെ ഫുഡ് ഇനിയിപ്പോൾ സ്പെഷ്യൽ ഉണ്ടോയെന്ന് അറിയില്ല സാധാരണ ദിവസങ്ങളിൽ. അത് ചിലപ്പോൾ അടിപൊളിയായിരിക്കും. നമുക്ക് കിട്ടിയ ഒരവസ്ഥ ഇതാണ്. അത് വെച്ചിട്ടാണോ നമ്മൾ പറയുന്നത്. എന്താ മോനെ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. ഫുഡ് അധികം ഉണ്ടായിരുന്നില്ല ഇവിടെ, കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്തോ ഉണക്കായതുകൊണ്ട് ഫുഡും കാര്യങ്ങളും കുറച്ചായിരുന്നു. അപ്പോൾ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുഡും കാര്യങ്ങളും കുറച്ചായിരുന്നു. പക്ഷെ നമ്മൾ 2 കുപ്പി കള്ളാ പറഞ്ഞുള്ളൂ. കള്ളധികം കഴിക്കില്ല, നമ്മൾ ഫുഡ് നല്ലോണം കഴിക്കുക എന്നുള്ളൊരു മൈൻഡിൽ വന്നതാണ്. പക്ഷെ നമുക്ക് അധികം കിട്ടിയില്ല ഫുഡൊന്നും. നല്ല വൈബാണ് കേട്ടോ. കണ്ടില്ലേ, 4-5 ക്യാബിൻസ് ഉണ്ട് ഇവിടെ. അതിനപ്പോൾ തന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാം. എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ നമ്മുടെ കടവ് ഷാപ്പിലത്തെ ഫുഡടിയും ഫുഡിൻ്റെ എരിവ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കള്ളു കുടിച്ചു കേട്ടോ. അത് നമ്മളെ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്തോ, ഫുഡൊക്കെ നല്ല ഫുഡാണ്, ഒരു ആവറേജ് ഫുഡാണ്. ഇനിയിപ്പോൾ ബില്ല് വരണം, അപ്പോൾ നമുക്ക് റേറ്റ് എന്താണെന്ന് അറിയുള്ളൂ. നോക്കാം നമുക്ക്. എന്തായാലും വലിയ ഓവർ റേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നോക്കാം. ഇവിടുത്തെ ഈ ആംബിയൻസ് ആസ്വദിക്കാൻ തന്നെ കേട്ടോ കൂടുതൽ ആൾക്കാരോട് വരുന്നത്. ഇവിടെ ഞാൻ ചെറിയ ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ അതാ പോയി നിങ്ങളുടെ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? സൺസെറ്റ് ഒരു രക്ഷയില്ല, മാരകമാണ്. ഹെവി സൺസെറ്റാണ് ഇവിടെ നിന്ന് കിട്ടുക. നമ്മളൊരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല സൺസെറ്റാവും. നല്ല കിഡിലിനായിട്ട് ഇവിടുന്ന്
നല്ല സൺസെറ്റൊക്കെ ഉണ്ട്. 2 ഗ്ലാസ് കള്ള കുടിച്ച് നല്ല വയറിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. പിന്നെ അവിടെ ഉണ്ടോ, നമുക്കവിടെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഹൗസ് ബോട്ടിൻ്റെ ട്രാവലൊക്കെ ഉണ്ട്. കടവ് ഷാപ്പിലെ ഫുഡും കള്ളൊക്കെ നമ്മൾ ആസ്വദിച്ചു. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു കിടിലൻ വീഡിയോയും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തൃശ്ശൂർ വരുന്നവരെല്ലാവരും ഈ കടവ് ഷാപ്പിൽ വരിക, അതുപോലെ ഈ സ്റ്റീൽ പാലം എൻജോയ് ചെയ്യുക, ഷാപ്പിലെ ഫുഡും കാര്യങ്ങളും ഒന്ന് എൻജോയ് ചെയ്യുക. ഓക്കെ, സെറ്റ്.